തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കെതിരെ നടപടികളുമായി മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും കഴിഞ്ഞ ദിവസം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 1000-ലേറെ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനം. നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ നടത്തിയ പരിശോധനയിൽ സ്റ്റേഷനറി കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. സാധാരണ വെറ്റിലപ്പാക്ക് മുതൽ ഹാൻസ്, കൂൾ തുടങ്ങി പുത്തൻ പുകയില ഉൽപ്പന്നങ്ങളും ഇവരിൽ നിന്ന് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി, തലശ്ശേരി സ്വദേശി പി സുമേഷ്, പാലയാട് സ്വദേശികളായ വേണുഗോപാൽ, ജിവിനേഷ് എന്നിവരാണ് പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇത് 2ാം തവണയാണ് പിടിയിലാകുന്നത്. ഇയാളിൽ നിന്ന് 6000-ലേറെ രൂപയും കണ്ടെടുത്തതായി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ വിലങ്ങിൽ പറഞ്ഞു. ശക്തമായ പരിശോധന ഇപ്പോഴത്തെ ലഹരി പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ലഹരി വിമുക്തമാക്കേണ്ട നഗരസഭയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഇന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വലിയൊരു അളവിൽ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ലൈസൻസ് താൽക്കാലികമായി ക്യാൻസൽ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അതിശക്തമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കണ്ടെത്തുന്നവർക്ക് ഇതിനെതിരെ കർക്കശമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ നിത്യാമാധവൻ, പി ടി ജോഷിമോൻ, ഡ്രൈവർ സുനിൽകുമാർ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു.